കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുത്. കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഇപ്പോൾ ലഭിക്കുന്നവർക്ക് വരും മാസങ്ങളിലെ ഗഡുക്കൾ ഒരുപക്ഷെ നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് വീഡിയോയിലൂടെ പറയുകയാണ്. നിലവിൽ 4 മാസ ഇടവേളകൾ 2000 രൂപ വീതം വർഷത്തിൽ 3 ഇൻസ്റ്റാൾമെന്റുകളാണ് ലഭിക്കുന്നത്. 2000 രൂപ വീതമുള്ള 3 ഗഡുക്കളാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ധനസഹായം എത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറി. അതായത് ഒരുപാട് അനർഹരായിട്ടുള്ളവർ ഓൺലൈൻ സർവീസ് സെന്ററുകളിലൊക്കെ തന്നെ അനധികൃതമായിട്ട് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തട്ടിപ്പ് നടത്തിയത് കേന്ദ്ര സർക്കാർ മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അർഹതയുള്ള കർഷകരിൽ നിന്നും മറ്റ് ആനുകൂല്യങ്ങൾക്കെന്ന് പറഞ്ഞ് ഡോക്യുമെന്റുകൾ വാങ്ങി, എന്നാൽ ആ ഡോക്യുമെന്റുകൾ മുഖാന്തരം ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഉൾപ്പെടെ തട്ടിപ്പുകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത വിതരണ രീതിക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ആധാർ വഴിയുള്ള വിതരണമാണ്. അതായത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള കർഷകന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ ധനസഹായം എത്തിച്ചേരുക. ഇനി കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ധനസഹായം അക്കൗണ്ടുകളിലേക്ക് കയറുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്. നമ്മുടെ സമീപത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, ജനസേവന കേന്ദ്രങ്ങൾ എന്നിവയിലെത്തി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുന്നതിന് സാധിക്കും. സീഡ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ എത്തിച്ചേർന്ന് ഇത് ബന്ധിപ്പിക്കുന്നതിനും സീഡ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇനി എത്ര ശ്രമിച്ചിട്ടും ഇത് പൂർത്തിയാവുന്നില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ട് ആരംഭിക്കുക വഴിയാണ് പിന്നീട് നമുക്ക് ധനസഹായത്തിന് അർഹത ലഭിക്കുക. ഇനി രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് KYC ആണ്. ഈ KYC നമ്മൾ പൂർത്തിയാക്കിയവർക്കാണ് ഈ ധനസഹായം കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില സമയത്ത് റീക്വൈസി, അതായത് ചില കർഷകർ വീണ്ടും ഒന്നുകൂടി KYC ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി KYCയുടെ സ്റ്റാറ്റസ് നമ്മൾ പരിശോധിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട SMS സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. ആ ഒരു സമയത്ത് വീണ്ടും ബയോമെട്രിക് സംവിധാനം വഴിയോ ഫേസ് ഓതന്റിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ വഴിയോ KYC പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. KYC പൂർത്തിയാക്കിയവർക്ക് ധനസഹായം ലഭിക്കുമെന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമതായി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പദ്ധതിയിൽ നിന്നും അപേക്ഷ വെച്ചിട്ടുള്ള കർഷകർ ആരെങ്കിലും മറ്റ് കേന്ദ്ര സംസ്ഥാന പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ, അതും 10000 രൂപ അതിന് മുകളിലോ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങാനായിട്ട് പാടില്ല. ആധാറുമായിട്ട് ഇത് ഒത്തുനോക്കി പരിശോധനകൾ ഉണ്ടാകും. ഇത്രയും നാൾ വാങ്ങിയ തുക തിരികെ അടക്കേണ്ട സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ സഹായം വേണ്ടെന്ന് വെക്കാനുള്ള സംവിധാനം PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട്. അങ്ങനെ നമ്മുടെ ആനുകൂല്യം സറണ്ടർ ചെയ്യാം. പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇനി അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലിയുള്ളവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്മാർ, മറ്റു വിവിധ പ്രൊഫഷണൽ രംഗത്ത് നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങാനായിട്ട് പാടില്ല. ഇത് മാത്രമല്ല, ഒരു വീട്ടിൽ ഒന്നിലധികം പേർ ആനുകൂല്യം വാങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഏകദേശം 10000-നടുത്ത വ്യക്തികളെ കണ്ടെത്തിയിട്ടുണ്ട്. അവരിൽ നിന്നും തുക തിരിച്ചു പിടിക്കുന്ന നടപടികളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അർഹതയുള്ള ഒരാൾക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക. അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഒന്നിലധികം പേരിൽ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ ആനുകൂല്യം സറണ്ടർ ചെയ്യുക. അത് തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനിയും ഇതുപോലുള്ള ഗവൺമെന്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.